വർഷങ്ങൾ കുറെ ആയല്ലോ നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിട്ട്. ഇന്നതങ്ങ് അവസാനിപ്പിക്ക്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നേരിട്ടങ്ങ് പറഞ്ഞേക്ക്. അച്ഛൻ ഒരുപാട് വേദനിക്കുന്നു. ഒന്നും ആയിട്ടില്ല. ഇനി അയാൾ ഒരുപാട് വേദനിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എന്നാണ് നീ ഇതെല്ലാം ഒന്ന് നിർത്തുക? അയാളുടെ ശവം പട്ടടയിൽ വെക്കുന്ന അന്ന് അയാളുടെ കയ്യിൽ നിന്ന് എന്റെ അമ്മയുടെ ചോരമണം മാറും. മോനെ, സംഭവിച്ചത് എന്തായിരുന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് കാലം കുറയായില്ലേ? നിന്റെ അച്ഛനല്ലേ, പുറത്തൂടെ നിനക്ക്? ശ്രീദേവി പറയുന്നതിലും കാര്യമില്ലേ സിദ്ധാർത്ഥ? എന്തൊക്കെ പറഞ്ഞാലും മരിച്ചവര് തിരിച്ചു വരാനൊന്നും വേണ്ട. നഷ്ടപ്പെടുന്ന എനിക്ക് എന്റെ അമ്മയെ. ഓ, നിങ്ങൾക്കൊക്കെ ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അയക്കിതാ വേറൊരു ഭാര്യ. പഴയ കാര്യസ്ഥന്റെ പെങ്ങക്ക് മംഗലത്ത് കരുണാകരമേനോന്റെ ഭാര്യാ പദവി, പഴയ കാര്യസ്ഥന് അളിയൻ സ്ഥാനം, പ്രതാപം, സർവൈശ്വര്യങ്ങളും, ആഡംബര ജീവിതം. അത് മാത്രം നീ പറയരുത്. നിനക്കൊന്ന് വയസ്സ് 10, പോരാത്തിന് അസുഖവും. നിന്നെ ലാളിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടി മാത്ര എന്റെ പെങ്ങളെ നിന്റെ അച്ഛന് കല്യാണം കഴിച്ചു കൊടുത്തത്. അല്ല, നീ പറഞ്ഞ സൗഭാഗ്യവും അളിയസ്ഥാനവും മോഹിച്ചിട്ടല്ല. ആണോ? എങ്കിൽ വേദാനമ്പരത്തിൽ വേണ്ട. ആരും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ട. എന്റെ വഴിക്ക് ഞാൻ പോയിക്കോളാം. അതേടി, എനിക്ക് കഥകളി പ്രാന്തുണ്ട്. അത് നിൽക്കുന്ന എത്ര ചേതം. കഥകളി ഭ്രാന്ത് ഒഴിവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കണക്കും കാര്യമൊന്നും നോക്കാതെ നടക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഓരോ അബദ്ധത്തിൽ ചെന്ന് ചാടുമ്പോഴേ കരഞ്ഞട്ടം ഇവരെ അറിയൂ. നിർത്തടി. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. മനുഷ്യനായ മറ്റുള്ളവരെ കുറിച്ച് വിശ്വാസം വേണം. ജോലിക്കാർക്കൊക്കെ കുറ്റങ്ങൾ, കാര്യത്തിലാണെങ്കിൽ ചതിയൻ. ഭർത്താവായ ഞാൻ പൂർത്തൻ അസന്മാർക്കി. ഈ ലോകത്ത് നീ ഒഴിച്ച് ബാക്കി എല്ലാവരും കള്ളന്മാരും ചതിയന്മാരുമായ സ്ഥിതിക്ക് ഇനി ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഞങ്ങളുടെ ഇടയിൽ ജീവിക്കേണ്ടതങ്ങ് തീരുമാനിക്കാം. എന്നുവെച്ചാ എന്നോട് പോയി ചാവാൻ? ആ, ഞാൻ ചത്ത കണ്ട തേവിടിച്ചുകളോട് ജീവിക്കല്ലോ. നീയൊക്കെ ചത്ത് തൊലയുന്നത് തന്നെ നല്ലത്. എന്നാ പിന്നെ നിന്നെ പിന്നേക്കാക്കുന്നത്? ഇപ്പൊ തന്നെ കൊന്നേക്ക്. ഇങ്ങനെ പോയാൽ എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും നിന്റെ അന്ത്യം. ഒരു കാണണമെന്ന് പറഞ്ഞില്ലേ? വാ വാ. മോൻ പേടിക്കൊന്നും വേണ്ട. ഇത് നമ്മുടെ ആശാന. ആശാനെ, ഞാൻ നമ്മുടെ അരങ്ങൊന്ന് പോയി നോക്കിട്ട് വരാം. ശരി, മോനോട് ഇരുന്നോളൂ. മോന് നവരസങ്ങള് കാണണമെന്നല്ലേ പറഞ്ഞത്? കാണിച്ചു തരാം. ഇരിക്കൂ, കണ്ടോളൂ. ലക്ഷ്മി, മോനെ, മോനെ. മുതലാളി, എന്താ പറ്റിയേ? എന്താ മോനെ ഉണ്ടായേ? കൊന്നു. അച്ഛൻ അമ്മയെ കൊന്നു. കരയാതെ, കരയാതെ. രാഘവേട്ടനല്ലേ പറഞ്ഞേ? കരയാതെ. മോനെ സിദ്ധാർത്ഥ,